എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലത്തെ വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ ദോശയും ചായയും ഉണ്ടാക്കണ ഇതാണ്. ഒരു സിമ്പിൾ ചമ്മന്തി. ഇഡ്ഡലി ഉണ്ട് കേട്ടോ, ഇഡ്ഡലിയും ദോശയുണ്ട്. എനിക്കിപ്പോൾ ദോശ കഴിക്കാൻ തോന്നി, അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ദോശയും ചമ്മന്തി ചായ രാവിലത്തെ. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും ആണ്. നമുക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെയൊന്നും ആവണ്ടേ. അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ്. ഇത് ഉണ്ടാക്കി വെച്ചിരുന്നു മുമ്പ് തന്നെ. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ ഉണ്ടാക്കി അന്ന് എടുത്തിട്ടില്ല വീഡിയോ. അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് എടുക്കണമെന്ന് എടുത്താണ്. ഇതാണ് ഇഡ്ഡലി. രണ്ട് ഓഫാക്കി ഇടയ്ക്കൊരു ദോശ കഴിക്കാൻ ആഗ്രഹമാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മാവിൽ ദോശ ഇഡ്ഡലി രണ്ടും ഞങ്ങൾ ഉണ്ടാക്കും. ഒന്ന് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും, പണിയാരം ഉണ്ടാക്കും, ഊത്താപ്പം ഉണ്ടാക്കും. അങ്ങനെയാണ്. ഒരേ ഇത് കഴിച്ചാൽ നമുക്ക് ബോറടിക്കില്ല. ദോശ മാത്രം കഴിച്ചാലും ബോറാണ്, ഇഡ്ഡലി മാത്രം കഴിച്ചാലും ബോറാണ്. അപ്പോൾ 2-3 ദിവസമാവും അങ്ങനെ മാറി ഉണ്ടാക്കും. 2-3 ദിവസത്തേക്ക് മാവ് അരച്ച് വയ്ക്കും, കാട്ടി വയ്ക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടാവും. ഞാനങ്ങനെ ചെയ്യുന്നത് പറയാം. ഇടയ്ക്കൂടെ ചായ കുടിക്കുന്നുണ്ട്. നമുക്ക് ചായ ഇല്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ചായ വേണം തന്നെ നിർബന്ധമുള്ളത്. അതേമാതിരിയാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അത് ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയാണ്. 4 ഉണക്കമുളക് ഇടുന്നുണ്ട്, കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ഒന്നടിക്കുക. വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒറ്റയടി അടിച്ചു കൊടുക്കുക. അടിച്ചിട്ട് പിന്നെ അത് നല്ലോണം പൊടിഞ്ഞ് വരുമല്ലോ നൈസായിട്ട്. പാകത്തിനുള്ള കല്ലുപ്പ ഞാൻ ഇടുക. എപ്പോഴും ഉപ്പിട്ടിട്ട് അടിച്ചു തരാം. അങ്ങനെ ഒന്ന് നല്ല പിന്നാക്കം അട്ടാലെ അടിക്കും. ഒന്ന് ഒരു സെക്കൻഡിട്ട് മുമ്പിലേക്കാളും അടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അടി അടിച്ചു. കുറേ നേരത്തെ അരക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളൊക്കെ തുറക്കായി. നാളെ എല്ലാവർക്കും സ്കൂളാണ്, ഓഫീസ് ഉണ്ടാവും, ടീച്ചേഴ്സ്മാർക്ക് വർക്ക് ഉണ്ടാവും. എല്ലാവരും ജോലിയായി, ലീവൊക്കെ കഴിഞ്ഞു. അത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് പോയി നമ്മൾ ഇടുന്നത്. അത് ഇട്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതാണ് ഈ ചമ്മന്തിയുടെ ഒരു വെറൈറ്റി ചമ്മന്തി പറഞ്ഞത്. 4 ഉണക്കമുളക്, കുറച്ച് തേങ്ങ, പാകത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി ചമ്മന്തി അല്ല, ചമ്മന്തി പൊടി എന്നും പറയാം. വെളുത്തുള്ളി ചമ്മന്തി പൊടി അങ്ങനെയും പറയാം. വറുക്കും ഇവർക്കും ഒന്നും വേണ്ട, അങ്ങനെയൊക്കെ പച്ചക്കാണ്. അതോ നേരെ കാണുന്നില്ല, കുറച്ച് ക്ലിയർ പോരാ. ഒരു ദിവസം നേരെ ക്ലിയറിലിടാം. അപ്പം അങ്ങനെ ചമ്മന്തി അരച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതും വെളുത്തുള്ളി ചമ്മന്തി പൊടിയാണ്. അപ്പം കഴിക്കുക. അതിന് വിശക്കാൻ തുടങ്ങി. ചമ്മന്തി നമ്മുടെ ദോശയൊക്കെ ഉണ്ടാകുമ്പോഴേക്കേ വിശക്കും. അപ്പോൾ ഇത് കഴിക്കണം. എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വിചാരിക്കണു. കണ്ടോ ദോശ. കുറച്ച് അപ്പുറത്തേക്ക് പോയി പിടിയോൻ്റെ ചമ്മന്തിപ്പൊടി. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കാത്ത ചമ്മന്തിപ്പൊടി. വെള്ളമേ ഒഴിച്ചിട്ടില്ല. തേങ്ങ, ഉപ്പ്, മുളക്, വെളുത്തുള്ളി. 4 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചാൽ മതി. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവുമായി തോന്നും.
നമ്മുടെ ചങ്കക്കോടയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കുറച്ചിട്ടാൽ മതി. അപ്പം അങ്ങനെ ഞാൻ ചായയും ദോശയും കഴിക്കട്ടെ. കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചമ്മന്തിയൊക്കെ മാറ്റി പിടിക്കുക. എല്ലാവർക്കും സ്കൂൾ കുട്ടികൾക്ക് ഒരേ ആശംസകൾ പറയാൻ. സ്കൂൾ തുറക്കാൻ പോവല്ലേ, എല്ലാവരും പോയിട്ട് നല്ല പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കഴിക്കട്ടെ ഞാൻ പോയിട്ട്.